ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രണ്ട് ഓപ്പൺ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പുതിയ മോഡൽ ടോപ്പൊന്നുമല്ല, പക്ഷേ സിമ്പിളായിട്ട് എന്നാൽ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടും ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പാണ്. ഒരു ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് കേട്ടോ. അപ്പോൾ സെയിം കളർ തന്നെ പാൻറ്റും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊരു പലാസോ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒന്നും ഞാനിതിൽ കൊടുക്കുന്നില്ല കേട്ടോ, അത് വേറെ ഞാൻ ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ടോപ്പ്, അതായത് നമ്മൾ നോർമൽ ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പല തവണയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ വിസിറ്റ് ചെയ്യുക, ഒന്ന് കയറി കാണുക കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ ഒരുപാട് നൈറ്റിയുടെ വീഡിയോസും അതുപോലെ കട്ടിങ്ങും നമ്മുടെ നോർമൽ ചുരിദാർ കട്ടിങ്ങും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ പോലെ കട്ടിങ് ഒരുപാട് ക്ലിയർ ആയിട്ട് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, അതുപോലെ ഷോൾഡർ, ഇത്രയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് നമ്മളിവിടെ എന്താ പറയുക, നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളിവിടെ ചെയ്യുന്നത് ഫ്രണ്ട് ഓപ്പൺ ആണല്ലോ, ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ദാ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ സാധാ ടൈപ്പ് തന്നെയാണ് നമ്മളിവിടെ ടോപ്പ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്, സ്ലിറ്റ് വന്നിട്ടുള്ള സാധാ ടോപ്പ്. അപ്പോൾ എന്തായാലും ഒന്ന് ചാനൽ നിങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ നമ്മുടെ ഫ്രണ്ടിലെ പോർഷനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ നെക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് ഒന്ന് നമ്മൾ പൈപ്പിംഗ് വെച്ചാണ് കേട്ടോ ചെയ്യുന്നത്, നമ്മൾ ക്യാൻവാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. സത്യത്തിൽ ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു തൃപ്തി കേട്ടോ. എനിക്ക് ഒരു ക്രോസ് പീസ് വെച്ച് ചെയ്യാന്നുള്ളത് എനിക്ക് അത്ര അങ്ങോട്ട് വഴങ്ങുന്ന കാര്യമല്ല. പിന്നെ ഞാൻ അത്ര വലിയ സ്റ്റിച്ചിങ് എക്സ്പേർട്ടും അല്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഡിസൈനറാണ്. എനിക്ക് ഡിസൈൻ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ സ്റ്റിച്ചിങ് എപ്പോഴും അറിയാം, പക്ഷേ എനിക്ക് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ എനിക്ക് കൂടുതൽ ഡിസൈനിങ് ആണ് ഇഷ്ടം. അപ്പോൾ എന്നാലും എനിക്ക് ചെയ്യണം എന്ന് ഇടയ്ക്ക് തോന്നും, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെന്ന് തോന്നും. ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇടുന്ന ഒരാളാണ് കേട്ടോ, പക്ഷേ അത്ര വലിയ ഇൻട്രസ്റ്റഡ് അല്ല. ഡിസൈൻ ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കുന്നതും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ അത്രയും ശ്രദ്ധിച്ചിരുന്ന് അങ്ങോട്ട് ചെയ്യും, പക്ഷേ അത്രയും ഇൻട്രസ്റ്റഡ് അല്ല. ഇൻട്രസ്റ്റ് ആണ്, എന്നാലും അത്രക്കും ഇല്ല. അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് പുറത്ത് എനിക്ക് ആളുണ്ട് സ്റ്റിച്ച് ചെയ്ത് തരാനായിട്ട് സ്ഥിരം. അപ്പോൾ അവിടെയാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അപ്പോൾ നൈറ്റി അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്ക് നമ്മളിവിടെ കട്ട് ചെയ്തു കേട്ടോ. നമ്മൾ എത്രയാണ് ലെങ്ത്ത് അതുപോലെ വിഡ്ത്ത് നോക്കിയിട്ട് നമ്മൾ സാധാരണ കട്ട് ചെയ്യും പോലെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. സാധാരണ റൗണ്ട് നെക്കുമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഫ്രണ്ട് ഓപ്പൺ നമ്മൾ ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ഓപ്പൺ എന്നിട്ട് ഇനി ഫിനിഷ് ചെയ്യണം. അത് ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മൾ 2 പീസ് തുണി വെച്ചിട്ടാണ് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു 3 ഇഞ്ച് വിഡ്ത്തിലും ഒരു 2 ഇഞ്ച് വിഡ്ത്തിലും എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്നുള്ളത് നമ്മൾ നോക്കുക. നമുക്ക് എത്രയാണ് വേണ്ടതെന്നുള്ളത് അത് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ പീസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഒക്കെ കറക്റ്റായിട്ടുള്ളത് വേണം, ഇല്ലെങ്കിൽ നമ്മൾ പാടുപെടും. കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഉണ്ടല്ലോ എങ്കോണിച്ചൊക്കെ പോകും കേട്ടോ. എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്ത പോലെ പോകും. എൻ്റെ അങ്ങനെ വന്നിട്ട് ഞാൻ വീണ്ടും അഴിച്ച് ശരിയാക്കിയതാണ് കേട്ടോ. എന്നിട്ടും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല ചെയ്തത്.
അപ്പോൾ ദാ ഇവിടെ നമ്മൾ ഈ മേളിൽ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ശരിക്കും അങ്ങനെ തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത് നമ്മൾ ആ തുണിയിലേക്ക് തയ്ക്കുമല്ലോ, അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് അകത്തേക്ക് പോകുന്ന പീസായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇതാ ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടല്ലോ, അതിൻ്റെ റൈറ്റ് സൈഡ്, ഫസ്റ്റ് വന്ന് റൈറ്റ് സൈഡിലെ ആ കട്ട് ചെയ്ത പോർഷൻ ഉണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട് ഓപ്പണിൽ, അവിടെയാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന്, ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അതും ഒരു പ്രശ്നമാണ് ബിഗിനേഴ്സായിട്ടുള്ളവർക്ക്. അതുപോലെ സ്റ്റിച്ചിങ് ചെയ്ത് വരുന്നവർക്കെല്ലാം കുറച്ച് പാടായിരിക്കും. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അത്ര അങ്ങോട്ട് ഒഴുകി കിടക്കുന്നതല്ല. എനിക്ക് പക്ഷേ ജോർജറ്റിലൊന്നും അത്ര പ്രശ്നം തോന്നാറില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് ഈ രീതിയിലൊന്ന് തയ്ച്ചെടുക്കുകയാണ്. ഒരു അധികം നമുക്ക് ഇത് വേണ്ട കേട്ടോ, അതായത് എന്താ പറയുക, ഒരുപാട് തയ്യൽ തുമ്പൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാനത് അടിച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ പതിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ഒന്ന് പതിച്ചടിച്ചു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പുറത്തെ പോർഷൻ, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതൊന്ന് തയ്ച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കാണെങ്കിൽ പിടിച്ചാൽ കിട്ടുന്ന ഒരു കോട്ടൺ മെറ്റീരിയലൊക്കെ ആയിരിക്കും കേട്ടോ കൂടുതലും. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചടിക്കണേന്. അപ്പോൾ ആ പീസിൽ കുറച്ച് ഇങ്ങനെ നീളത്തിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് കംപ്ലീറ്റ് അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് നമ്മൾ മടക്കിയിട്ട് പുറത്തേക്കാണ് ഇതിൻ്റെ ആ ഒരു എടുക്കണത് കേട്ടോ. അതേ കണ്ടോ, ഈ ഒരു രീതിയിൽ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ആ തയ്യൽ തുമ്പുണ്ടല്ലോ അകത്തുള്ളത്, അത് നമ്മളൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പുറത്തേക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്യുക. എനിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ പിരിഞ്ഞൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാൻ അഴിച്ച് വേറൊരു പീസ് വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീണ്ടും ചെയ്തത്. അപ്പോൾ കോട്ടൺ പീസൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല, നമുക്ക് പിടിച്ചാൽ കിട്ടണ ആ ഒരു ഇതിൽ വരും. പക്ഷെ നമുക്ക് ഈ മെറ്റീരിയൽ കുറച്ചൊന്ന് കൈ വഴങ്ങുന്ന ഒരാൾക്ക് നല്ല സിമ്പിളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റുമാണ് കേട്ടോ. ഇതുപോലെ പ്രിൻറ്റഡ് ക്രേപ്പ് ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലുമാണ്. അപ്പോൾ നമ്മളിവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു പിരിഞ്ഞ് വരാതിരിക്കാനായിട്ട് ജസ്റ്റ് തേച്ചൊന്ന് കൊടുത്തു നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റും കേട്ടോ. അത് കോട്ടണിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അയൺ ചെയ്തെടുത്താൽ നമുക്ക് ആ ഒരു ഇത് കിട്ടും. പക്ഷെ ഇതിൽ എത്രത്തോളം വരും നമുക്കറിയില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് തമ്മിൽ ജോയിൻ ചെയ്യാണ്. ജസ്റ്റ് നമ്മൾ 2 പീസ് ഉണ്ടല്ലോ, അത് തമ്മിലൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഭാഗത്ത് അതല്ല നമ്മൾ അടിക്കേണ്ടത്. അതിലേക്ക് നമ്മൾ ആദ്യം അടിച്ച് അകത്തേക്ക് ഫുൾ കംപ്ലീറ്റ് നമ്മൾ പതിച്ചടിച്ച ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അരിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബട്ടൺസോ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യണത് ഷോൾഡർ അടിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസൊന്നും വെക്കാത്തതുകൊണ്ട് തന്നെ ഷോൾഡർ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ലീവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നല്ലോ ക്യാൻവാസ് ഒന്നും വെക്കണില്ല എന്ന്. അപ്പോൾ ഞാനിവിടെ ക്രോസ് പീസ് എടുക്കുകയാണ്. അപ്പോൾ ക്രോസ് പീസ് എടുക്കണതിന് കറക്റ്റ് ഒരു 2 ഇഞ്ച് വീതിയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് മടക്കിയിട്ട് നേരെ അകത്തേക്ക് നമുക്ക് പതിച്ചടിക്കാനും കൂടി കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് തുണി തികയില്ല. നമ്മൾ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ അരികൊന്നും അടിക്കൊന്നും വേണ്ട, കുറച്ച് കട്ടിക്ക് ഇരുന്നോളും. നമ്മൾ ക്യാൻവാസ് വെച്ച ഒരു ഫീൽ ഉണ്ടല്ലോ, ആ രീതിയിൽ ഇരുന്നോളും. അപ്പോൾ നമുക്കിവിടെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ ഒരു പീസ് എടുക്കണേണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമ്മളിതാ ഇതുപോലെ ഒന്ന് മടക്കും, എന്നിട്ടാണ് നമ്മളിതാ ഇവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് കയറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ നമ്മൾ കുറച്ചൊന്ന് ഒരു 1/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ചോളം നമ്മൾ വിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുറ്റി അടിച്ച് വരുമ്പോൾ നമുക്ക് അത് തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിനും തയ്ച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഇത് ചുറ്റി കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം വിട്ടിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അതിലേക്കൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക അത് തമ്മിൽ. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് തമ്മിൽ ആദ്യമേ തന്നെ യോജിപ്പിച്ച് ചെയ്യുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതിച്ച് കൃത്യമായിട്ടൊന്ന് അരിക് ചേർത്തടിക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ കാര്യങ്ങളപ്പോൾ വേഗം തീരും. ക്യാൻവാസ് വെച്ച് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി സിമ്പിളായിരിക്കും. എനിക്ക് കൂടുതൽ താല്പര്യം ക്യാൻവാസാണ്. പക്ഷേ നമ്മളത് ഇതിൽ കുറച്ചുകൂടി എനിക്കൊന്ന് ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഞാനൊന്ന് ട്രൈ ചെയ്തത്. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പതിച്ചടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തെടുക്കുക. ഇതിന് ശേഷം നമ്മളിനി സ്ലീവിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഹാഫ് സ്ലീവ് ആദ്യമേ വെട്ടിയെടുത്തിട്ടുണ്ട്. സ്ലീവ് വെട്ടുന്ന വീഡിയോസൊക്കെ നമ്മൾ അത് മാത്രമായിട്ടൊക്കെ നമ്മൾ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് നിങ്ങൾ കയറി കാണുക കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒരു പീസ് എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ എക്സസ് ആയിട്ട് വന്നൊരു പീസാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഏത് മോഡലാണ് സ്ലീവ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സ്ലീവ് ചെയ്ത് നോക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഹാഫ് സ്ലീവ് വെട്ടിയെടുത്തിട്ട് ഇതാ ഇതുപോലെ പീസ് ഞാൻ എടുത്തിട്ട് അത് ഒരു വലിയ പീസായിരുന്നു കേട്ടോ, നല്ല വീതിയുള്ളൊരു പീസായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ രണ്ടാക്കണം. അത് നിങ്ങളുടെ ലെങ്ത്ത് നിങ്ങൾക്ക് എത്രത്തോളം വേണം, 3/4 കഴിഞ്ഞിട്ട് വേണോ ഫ്രിൽസ് കൊടുക്കാൻ എന്നാണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ അളവ് പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ദാ ഇവിടെ ഈ ഒരു പോർഷൻ രണ്ടാക്കിയിട്ട് അതിൻ്റെ ആ ഒരു വീതി ഉണ്ടല്ലോ, വീതികളെ തമ്മിൽ യോജിപ്പിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ലെങ്തി ആയിട്ട് കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുത്ത് നമ്മൾ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന ഹാഫ് സ്ലീവ് ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു മെഷർമെൻറ്റ് നോക്കിയിട്ടല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്ലീവ് ഇങ്ങനെയൊന്നും വേണ്ടാന്നാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ സ്ലീവ് വെട്ടുന്ന വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്ലീവിന് തുണി തികയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് നിങ്ങൾ കയറി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ദാ ഇവിടെ ആ വീതികളെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കാൻ നോക്കാം. ഇതേപോലെ ഒന്ന് സാധാരണ നമ്മൾ ഫ്രിൽസ് ഇടും പോലെ തന്നെ ചെറിയ ചെറിയ ഫ്രിൽസായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഒരുപാട് അടുപ്പിച്ചിടണ്ട. നമ്മൾ ഫ്രിൽസ് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാലായിരിക്കും കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുക. അല്ലെങ്കിൽ ആ ഒരു ഭാഗം മാത്രം ഒരു വല്ലാത്തൊരു അങ്ങനെ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഒരു ഭയങ്കരമായിട്ട് ഒന്ന് ഫ്രില്ലായിട്ട് ഇരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അധികം തുണിയും വേണം. നമ്മളിതൊരു നോർമലായിട്ട് ഒരു ചെറിയ ഫ്രിൽസ് ഇട്ട് അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന്
ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മൾ ആ ഫ്രിൽസ് നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രിൽസിൻ്റെ ചെയ്തിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് അതിൻ്റെ മറ്റേ ഭാഗം നമ്മളൊന്ന് മടക്കി അടിക്കുക. ഓക്കെ, ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി അടിക്കുക. അതിന് ശേഷം നമ്മൾ ആ ഫ്രിൽസും അതുപോലെ ആ നമ്മുടെ ഹാഫ് സ്ലീവ് ഉണ്ടല്ലോ അതുമായിട്ടൊന്ന് ജോയിൻ ചെയ്യണം. എന്നിട്ട് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ഒരു നൂലുണ്ടാവും നമ്മുടെ ഫ്രിൽസ് അടിച്ച്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അത് ഒന്ന് ആവശ്യമില്ലാത്തത് നമ്മളതൊന്ന് കളയണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ അതൊന്ന് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഫ്രിൽസ് എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. നമ്മൾ സ്ലീവുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, കൂടുതലാണോ കുറവാണോ എന്നൊക്കെ ഉള്ളത് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പ്ലീറ്റ്സ് ഇടുക. അതല്ല കൂടുതലാണ്, പ്ലീറ്റ്സ് കൂടിപ്പോയി എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വലിക്കുമ്പോൾ തന്നെ ഒന്ന് അഴിഞ്ഞ് പോരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇത് മടക്കി അടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിന് ജസ്റ്റ് അറ്റാച്ച് ചെയ്യലാണെങ്കിൽ. അതിന് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ ആ ഫ്രണ്ട് ഓപ്പൺ വന്നിരിക്കുന്ന പോർഷനും ബാക്കിലെ പോർഷനും ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തൊന്ന് മടക്കി അടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്ത് വന്നിട്ട് നമ്മൾ സ്ലിറ്റ് ചെയ്യലുണ്ട്. ഓക്കെ, സ്ലിറ്റ് വേണമെന്നുള്ളവർക്ക് സ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മളിതാ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ അതുപോലെ തന്നെ ഇനി സ്ലിറ്റ് ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 21 അത്രയും ആ ഒരു ഇഞ്ചിലൊക്കെ നമുക്ക് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 21 ഇഞ്ച് അത്രയൊക്കെ മാർക്ക് ചെയ്താൽ നമുക്ക് ഏകദേശം അത് അത്രയായിരിക്കും എല്ലാവർക്കും തന്നെ 20, 21 ആ ഒരു റേഞ്ച് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് എത്രയാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടം വരെ നമ്മൾ ആ ഷേപ്പ് കുത്തി നിർത്തിയിട്ട് നമ്മളൊരു 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ കുത്തി നിർത്തിയാൽ മതി. എന്നിട്ട് സ്ലിറ്റ് അടിക്കുക. അപ്പോൾ ചിലർക്ക് നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ എനിക്കും മുമ്പ് വരുന്നൊരു ഇതായിരുന്നു. കാരണം നമ്മൾ സ്ലിറ്റ് ചെയ്യാനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ തുണി കൂടുതൽ അവിടെ വന്നുകൊണ്ടായിരിക്കാം സ്ലിറ്റ് പെർഫെക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരാറില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് 1 ഇഞ്ച് കഴിച്ച് വരുന്ന തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെയൊക്കെ വീഡിയോസ് നമ്മൾ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്ലിറ്റ് അടിച്ചു വരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആകുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പിരിഞ്ഞ പോലെയൊക്കെ ഇരിക്കും കേട്ടോ നമ്മൾ ഈ സ്ലിറ്റൊക്കെ. അപ്പോൾ അത് കുറച്ചൊന്ന് നമ്മൾ കെയർ ചെയ്യണം. പക്ഷേ നമ്മൾ കോട്ടണിലാണെങ്കിൽ നമുക്ക് അത്രയും വിഷയമില്ല, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അങ്ങനെ താഴെ നമ്മുടെ ഈ നമ്മുടെ ചുരിദാറിൻ്റെ ആ ഒരു എൻഡ് പോർഷൻ ഉണ്ടല്ലോ അവിടെയും നമ്മളിതുപോലെ മടക്കി അടിച്ച് ഒന്ന് ഫിനിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ചാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത്. അല്ലാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും
ബായ്.